ഇന്നൊരു സർപ്രൈസ് ഉണ്ട് ഒരാൾക്ക്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ചെറിയൊരു പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചു. ആ സമയത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഷോപ്പിൽ പോയിട്ട് പൂവൊക്കെ വാങ്ങിച്ചായിരുന്നു, ഞങ്ങൾ കാണിക്കാൻ. അപ്പോൾ വരുമ്പോഴത്തേന് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന പൂവാണിത്, ബൊക്കെയാണ്. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു കവറിൽ ഇട്ടുകൊണ്ട് വന്നതാണ്. അന്നേരം വെളിയിലെടുത്തപ്പം കൂടുതലായിട്ട് പൊതിയണ്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തേക്കുള്ള കാര്യമാണെന്ന് പറഞ്ഞപ്പോഴേ അവർ വലുതായിട്ട് പൊതിഞ്ഞില്ല. 2-3 ടൈപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ റോസിൻ്റെ ഉണ്ടായിരുന്നു, ഇതും റോസ് തന്നെയാണ്. പിന്നെ കുറച്ചിനകത്ത് എന്തൊക്കെയോ വേറെ പൂക്കളുണ്ട് കേട്ടോ. എനിക്ക് അവിടെ ഇരിക്കുന്നതിന് എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ്. അപ്പോൾ ഇത് സർപ്രൈസ് ആവുമെന്ന് നല്ല ഓൾറെഡി ഞങ്ങളുടെ 2 പേരുടെയും ബർത്ത്ഡേ ഒരു ദിവസമായതുകൊണ്ട് എല്ലാവർക്കും അറിയാം. പിന്നെ ഇടയ്ക്ക് വേവ് ഒന്ന് പറയും, ഇന്ന് നാളെ ഇനി 10 ദിവസമുള്ളൂ, അല്ലെങ്കിൽ 20 ദിവസമുള്ളൂ, 15 ദിവസമുള്ളൂ, 2 ദിവസമുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ ഒന്ന് പറ്റുമോ, നമുക്ക് ഓൾറെഡി ഓർമ്മയുണ്ടോ? ഞാനപ്പോൾ ഇന്ന് വരുന്ന വഴിക്ക് സാധനം സെറ്റ് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അട്ടകളുടെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കും എന്നൊക്കെ പറയുന്നുണ്ട്, അറിയില്ല. നമുക്ക് വരുമ്പം ആരാണ് സർപ്രൈസ് ചെയ്യിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മറ്റേ ഇതും കൂടെ കാണാം, ഷൂവും കൂടെ ഞാനെടുത്ത് കാണിക്കാം. അതിൻ്റെ റെഡാണ് മേടിച്ചത് കേട്ടോ. ഇപ്പോൾ ഇത് കൊടുക്കാനൊക്കെയാണ് വെച്ചേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച് വൈറ്റായിരുന്നു കേട്ടോ, വൈറ്റാണ് കൊടുത്തത്. റെഡാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷേ രാത്രിയായപ്പോൾ മാറിപ്പോയി. എടുത്ത് മാറ്റി വെച്ചപ്പം മാറിപ്പോയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് വരുമ്പം ഇത് കൊടുക്കാം, സർപ്രൈസ് കൊടുക്കാൻ നോക്കാം. സർപ്രൈസ് ആയ നമ്മൾ അടിപൊളി, അല്ലെങ്കിൽ നമ്മളെ സർപ്രൈസ് ആണ്, അത്രേ ഉള്ളൂ, വേറെ കാര്യമില്ല. ഇത് വെച്ചേക്കുന്നത് പുള്ളിക്കാരി എപ്പോഴും ഇരിക്കുന്ന സ്ഥലത്താണ് വെച്ചേക്കുന്നത്. പക്ഷെ ഇത് തുറന്നു പോയി നോക്കിയിട്ടില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി അവിടെ പുള്ളിക്കാരി തന്നെ കൊണ്ടുവച്ച സാധനമാണത്. ഇത് ഞാൻ അടുത്ത് മാറ്റി വെച്ചിട്ട് ഇത് കൊണ്ടുവന്ന് അവിടെ വെച്ചു. അപ്പോൾ വാലന്റൈൻസ് ഡേ കഴിഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചിട്ട് ഇത് എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ എന്ത് പറ്റി, ഈ ഷൂ ആണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പുള്ളിക്കാരി ഇത്രയും നാളാണ്. പക്ഷേ ഈ തുറന്നു പോയി നോക്കിയിട്ടില്ല. അതിനുണ്ടെങ്കിൽ സാധനം ഫോൺ കൊണ്ടുപോകും, മറ്റു കാര്യങ്ങളെല്ലാം കൊണ്ടുപോകും. ഞാനിത് വെച്ചേക്കുന്ന സ്ഥലം കാണിച്ചത് ആണ്. നമ്മൾ കിടക്കുന്നതിൻ്റെ ഏറ്റവും അടുത്തായിട്ടാണ് നമ്മൾ വെച്ചിരുന്നത് കേട്ടോ. ഇതുകൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെയാണ് മറ്റേതും നമ്മുടെ പഴയ ഷൂവും കൊണ്ട് വെച്ചിരുന്നത്. കേട്ടോ കൊണ്ടോ, അത് അച്ഛനെ സർപ്രൈസ് ആക്കി കിടന്നല്ലോടാ. ഓ ഇങ്ങനാണോ, പോട്ടെ കേട്ടോ. നമ്മളെ സത്യം പറഞ്ഞാൽ ദിവസവും നമ്മുടെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ കൂടെ ഉള്ളവരുടെയൊക്കെ സന്തോഷങ്ങൾ നമ്മൾ മറന്നു പോകാറാണ് പതിവുള്ളത്. വലിയ ആഘോഷങ്ങളൊന്നും വേണ്ട. ആ ദിവസം ഒന്ന് ഓർത്ത് വെച്ച് ഒരു ചെറിയൊരു പൂവോ ചെറിയൊരു ഗിഫ്റ്റോ കാര്യങ്ങളോ മേടിച്ച് അവരെ ഒന്ന് സർപ്രൈസ് ചെയ്യിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. സമ്മാനം കൊടുക്കുന്ന അല്ലെങ്കിൽ സമ്മാനത്തിന്റെ വിലയിലല്ലല്ലോ, അത് നൽകുന്ന ആളുടെ മനസ്സിലും അല്ലെങ്കിൽ ആ ഒരു ആളുടെ കരുതലിലുമാണല്ലോ അവർക്ക് സന്തോഷവും മറ്റു കാര്യങ്ങളും നൽകുന്നത്. ഞാൻ കൊടുത്ത ഗിഫ്റ്റ് അവർക്ക് ഏറെ ഇഷ്ടമായി എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു മുഖഭാവത്തിലും ആ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സന്തോഷം ഉണ്ടായിരുന്നു. ഇതവള് ഏറെ നാളായിട്ട് വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് അവളുടെ മനസ്സ് കണ്ട് ഞാൻ വാങ്ങിയെന്ന് പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ സന്തോഷത്തിൽ നിങ്ങളും കൂടെ ഉണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ശരി, ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.